സാധാരണക്കാർ താമസിക്കുന്ന കോളനി. സമയം വൈകുന്നേരം 7 മണി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലേ കാവ്യ? നാളെ രാവിലെ 9 മണിക്ക് ഡാൻസ് സ്കൂളിന് മുമ്പിൽ ഞാൻ നിനക്കായി കാത്തു നിൽക്കും, വിവേക് പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും കാവ്യക്ക് പേടികൊണ്ട് ശരീരം വിയർക്കാൻ തുടങ്ങി. എനിക്ക് പേടിയാവുന്നു, നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് അവൾ പതുക്കെ പറഞ്ഞു. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നിനക്ക് മേജറായിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ഞാൻ പറയുന്നത് കേട്ടാൽ അത് നമ്മുടെ രണ്ടുപേരുടെയും നല്ലതിനാണ്, വിവേക് മൃദുവായ സ്വരത്തിൽ അവൾ ആശ്വസിപ്പിച്ചു. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ എവിടെ താമസിക്കും? മനസ്സിലെ പേടി മാറ്റിവെച്ച് കാവ്യ ചോദിച്ചു. അതൊക്കെ നിൻ്റെ ഇഷ്ടം പോലെ. എനിക്കിപ്പോൾ ജോലിയുണ്ടല്ലോ. എൻ്റെ കൂടെ ഇപ്പോൾ തന്നെ വരാമെന്ന് നീ പറയുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു മുറി എടുക്കാം. അതല്ല, പഠിത്തം കഴിഞ്ഞിട്ട് മതി ഒരുമിച്ച് താമസം എങ്കിൽ എനിക്ക് കുഴപ്പമില്ല. നീ വീട്ടിൽ നിന്ന് തന്നെ കോളേജിൽ പോയി വരികയും ചെയ്യാം. ഒരിക്കൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആർക്കും മാറ്റാൻ പറ്റില്ലല്ലോ മുത്തേ. ഇതെല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ, വിവേക് അവളെ സമാധാനിപ്പിച്ചു. പെട്ടെന്ന് വീടിൻ്റെ ബെല്ലടിക്കുന്നത് കേട്ടു. അമ്മ വന്നെന്ന് തോന്നുന്നു, ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പോൾ ഫോൺ വെക്കുക, കാവ്യ വേഗം പറഞ്ഞു. വാതിൽ തുറന്നപ്പോൾ 46 വയസ്സുള്ള ലക്ഷ്മി കയ്യിലുണ്ടായിരുന്ന ബാഗുകൾ കാവ്യയെ ഏൽപ്പിച്ചു. അടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിലെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയാണ് ലക്ഷ്മി. ഇപ്പോഴാണോ വന്നതമ്മേ? ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു എന്നും പറഞ്ഞ് കാവ്യ ആ ബാഗുകളുമായി അടുക്കളയിലേക്ക് പോയി. ഹരി ഇതുവരെ വന്നില്ല കാവ്യ, നീ പോയി അവനെ വിളിച്ചോണ്ട് വാ. അച്ഛൻ വരുമ്പോൾ അവൻ ഇവിടെ ഇല്ലെങ്കിൽ നിന്നെ ചീത്ത വിളി തുടങ്ങും, ലക്ഷ്മി പറഞ്ഞു. കാവ്യ തൻ്റെ ചുരിദാറിൻ്റെ തട്ടമെടുത്ത് കഴുത്തിലൂടെ പിന്നിലേക്കിട്ട് ഗ്രൗണ്ടിലോട്ട് നടന്നു. ആ കോളനിയിലെ കുട്ടികളെല്ലാം ആ ഒഴിഞ്ഞ പറമ്പിൽ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദാ നിന്റെ ചേച്ചി വരുന്നു, ഹരിയുടെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു. ഹരി തൻ്റെ ബാറ്റ് കൂട്ടുകാരനെ ഏൽപ്പിച്ച് അവളുടെ അടുത്തേക്ക് വന്നു. തൻ്റെ തട്ടമെടുത്ത് അനിയൻ്റെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് കാവ്യ അവനെ വഴക്ക് പറഞ്ഞു. അച്ഛൻ വരുന്ന സമയമായിട്ടും നിനക്ക് വീട്ടിൽ വരാൻ തോന്നുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ചീത്തകൾ കേൾക്കാതെ നിനക്ക് ഉറക്കം വരില്ലല്ലേ? അവന് വീട്ടിലേക്ക് നടത്തിക്കുന്നതിനിടയിൽ കാവ്യയുടെ കണ്ണുകൾ അറിയാതെ അടുത്തുള്ള വേപ്പിൻ ചോട്ടിലേക്ക് പോയി. അവിടെ വിവേക് നിൽപ്പുണ്ടായിരുന്നു. അവൻ അവളെ നോക്കി ചിരിച്ചു. അവൻ്റെ കയ്യിലുള്ള കവറുകൾ കണ്ടപ്പോൾ നാളത്തെ ആവശ്യത്തിലുള്ള ഷോപ്പിംഗ് അവന് വാങ്ങിക്കഴിഞ്ഞു എന്ന് കാവ്യക്ക് മനസ്സിലായി. കാവ്യ പഠിക്കുന്ന കോളേജിലെ ലാബ് അസിസ്റ്റൻ്റായി ജോലി ചെയ്യുകയാണ് വിവേക്. കൊച്ചിയിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പരിചയക്കാരുടെ ശുപാർശ വഴിയാണ് വിവേക് ജോലിയിൽ പ്രവേശിച്ചത്. കാവ്യയെ കോളേജിൽ കണ്ട ആ നിമിഷം തന്നെ അവൻ പ്രണയത്തിലായി. അല്ല, അവളോട് പ്രണയമാണെന്ന് അവൻ ഉറപ്പായിരുന്നു. ഏകദേശം 1 വർഷത്തോളം നീണ്ട കഠിനമായ പരിശ്രമത്തിനൊടുവിൽ ഒരു ദിവസം കാവ്യ അവനെ നോക്കി പുഞ്ചിരിച്ചു. അതോടെ അവൻ്റെ പ്രണയം പാളത്തിൽ കയറിയ വണ്ടി പോലെ മുന്നോട്ട് നീങ്ങി തുടങ്ങി. 2 മാസം മുമ്പ് ഒരു വെള്ളിയാഴ്ച രാത്രി റൂമിലുള്ള എല്ലാവരും ചേർന്ന് ബിയർ കുപ്പികളും ലഘുഭക്ഷണങ്ങളുമായി ഒരു പാർട്ടി ഒരുക്കിയിരുന്നു. ശമ്പളം കിട്ടുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച ഇത്തരത്തിൽ ആഘോഷിക്കുന്നത് അവർക്കിടയിൽ പതിവായിരുന്നു. കൂട്ടത്തിൽ വിവേകിൻ്റെ അടുത്ത സുഹൃത്തായ രാഹുൽ പറഞ്ഞു, നിന്റെ പെണ്ണ് ഇനി നിനക്ക് സ്വന്തം. എങ്ങനെയെങ്കിലും കാവ്യ വിവാഹം കഴിച്ച് കൂടെ കൂട്ടണമെന്ന് വിവേക് ഉറപ്പിച്ചു. എന്നാൽ അവളുടെ വീട്ടുകാരെ പോയി കണ്ട തൻ്റെ സാമ്പത്തിക അവസ്ഥ കാരണം അവർ ഈ ബന്ധത്തിന് സമ്മതിക്കില്ലെന്ന് അവൻ മുൻകൂട്ടി വിചാരിച്ചു. അതുകൊണ്ട് അവരറിയാതെ വിവാഹം കഴിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. അവളുടെ കഴുത്തിൽ താലി വീണാൽ പിന്നെ അവൾക്ക് തന്നെ വിട്ടുപോകാൻ കഴിയില്ലെന്നും എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാകുമെന്നും അവൻ കരുതി. അങ്ങനെ ഒരു ദിവസം അവൻ കാവ്യയോട് തൻ്റെ വിവാഹ ആഗ്രഹം തുറന്നു പറഞ്ഞു. അന്ന് കോളേജ് കഴിഞ്ഞ് ബസ്സിൽ അവളുടെ അടുത്തിരുന്നാണ് അവൻ ഇത് സംസാരിച്ചത്. അവൻ്റെ വാക്ക് കേട്ട് കാവ്യ ശരിക്കും പേടിച്ചുപോയി. ഇതൊക്കെ വീട്ടിലറിഞ്ഞാൽ അവരെന്നെ കൊന്നുകളയും, അവൾ ആകുലതയോടെ പറഞ്ഞു. ഇല്ല വിവേക്, എനിക്ക് നീയില്ലാതെ പറ്റില്ല, കാവ്യ സങ്കടത്തോടെ പറഞ്ഞു. ഇത് നമ്മുടെ ഫൈനൽ ഇയറാണ്. നിൻ്റെ അച്ഛൻ ഉടനെ തന്നെ നിനക്ക് വിവാഹാലോചനകൾ തുടങ്ങും. നമ്മൾ നിയമപരമായി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാവ്യ, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ, വിവേക് അവളെ നിർബന്ധിച്ചു. വിവേക് പറയുന്നത് ശരിയാണെന്ന് അവൾക്കും തോന്നി. അടുത്ത കാലത്തായി അച്ഛനും അമ്മയും അവളുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അവൾ കേട്ടിട്ടുണ്ട്. വിവേക് തന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്.
അവനെ വിട്ട് ജീവിക്കാൻ അവൾക്കും കഴിയില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിവേകിൻ്റെ വാക്കുകളിൽ വീണ കാവ്യ അവൻ്റെ വിവാഹ അഭ്യർത്ഥനയ്ക്ക് സമ്മതം മൂളി. അങ്ങനെ അവരുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി.